ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർമീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെയും പ്രശ്നക്കാരായ എലിയെയും പാറ്റയെയും എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്താം എന്നുള്ളതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും പാറ്റയെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡുകളാണുള്ളത്. ഒന്ന്, നമുക്ക് പാറ്റ നമ്മുടെ വീട്ടിലോട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന പാറ്റയെ എങ്ങനെ നമുക്ക് കൊന്നു മാറ്റാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിലോട്ട് പാറ്റ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 5-6 കർപ്പൂരം എടുത്തിട്ടുണ്ട്, കർപ്പൂര ഗുളികകൾ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു ചന്ദനത്തിരി പൊടിച്ചിടുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കറുത്ത ഭാഗം മാത്രം നമുക്ക് ഒന്ന് പൊളിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. കർപ്പൂരം പൊടിയാൻ കുറച്ച് പാടാണ്. നമ്മൾ ആദ്യമൊക്കെ പൊടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചതഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. കുറേ പ്രാവശ്യം നമ്മൾ ഇടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇത് കർപ്പൂരമൊക്കെ ചതഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കർപ്പൂരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിയുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പം അങ്ങനെയല്ല ട്രൈ ചെയ്യുന്നത്, അല്ലാതെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കാം, അല്ലെങ്കിൽ ചിരട്ടയോ എന്താണെങ്കിലും മതി. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്ത പാത്രം വേണം. അതിലോട്ട് നമ്മൾ ഈ കർപ്പൂരവും ചന്ദനത്തിരിയും പൊടിച്ച് അതിൻ്റെ ആ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കോട്ടൺ എടുത്തതിന് ശേഷം അതിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുക. ബോൾസായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഇതേപോലെ ബോൾസുകളായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഓരോന്നും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലോട്ട് മുക്കിയെടുക്കാം. നന്നായിട്ട് മുക്കിയെടുക്കണം. നമ്മുടെ ആ കോട്ടണിൽ നന്നായിട്ട് ആ വെള്ളം നന്നായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ആ കോട്ടൺ ആ വെള്ളം മുഴുവനായിട്ട് വലിച്ചെടുക്കും. ഇങ്ങനെ ഓരോ ഉരുളകളും നമുക്ക് ഇതേപോലെ മുക്കിയെടുക്കാം. എല്ലാ കോട്ടൺ ബോൾസും ഇതേപോലെ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കിച്ചണിൽ സിങ്കിലോ ബാത്റൂമിലോ ഓവിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പാറ്റ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു 3-4 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ പാറ്റ നമ്മുടെ വീട്ടിൽ വരികയില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ എല്ലാ ദിവസവും ഇത് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കോട്ടൺ മുക്കി ഇതേപോലെ നമുക്ക് ഓരോ ദിവസവും ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ ദിവസവും പൊടിച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന പാറ്റയെ എങ്ങനെ കൊല്ലാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാറ്റേനെ കൊല്ലുന്നത് നോക്കാം. നമുക്കതിനായിട്ട് ഒരു പഴം എടുക്കുക, അല്ലെങ്കിൽ പഴമോ ആപ്പിളോ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത്, എന്താണെങ്കിലും, അതായത് പാറ്റ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ വേണം എടുക്കാനായിട്ട്. നമുക്ക് ഈ നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൗഡറിലോട്ട് ഈ പഴം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക. ഇതുപോലെ പഴം ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം ആദ്യം. ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ പഴത്തിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഈ മിശ്രിതത്തിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് നമ്മൾ പാറ്റ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ മൊത്തം പാറ്റ ചത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പാറ്റയെ തുരത്താൻ സാധിക്കും. എല്ലാ വീട്ടിലും ഒരു വലിയൊരു പ്രശ്നമാണ് ഈ പാറ്റ എന്നുള്ളത്. അപ്പോൾ ഇത് 100% ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിലെയും വലിയൊരു വില്ലനാണ് എലി ശല്യം വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ കുറച്ച് കൂടുതൽ മുറ്റമൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എലിയുടെ ശല്യം ഭയങ്കരമായിരിക്കും. ഓരോ സ്ഥലത്ത് ഇതേപോലെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളത് മൂടിയിട്ടാലും പിറ്റേ ദിവസം നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്ക് വീണ്ടും അതേപോലെ ഹോൾ അവിടെ ഉണ്ടാവും. അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും എലിയെ തുരത്താം എന്ന് നോക്കാം. അതുപോലെ തന്നെ എലികൾ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഴജന്തുക്കളൊക്കെ കയറിയിരിക്കാനൊക്കെ വളരെ അതിനെളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും എലിയെ തുരത്താമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയോ മൈദയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും എടുക്കാം. അതിലോട്ട് ഞാൻ 2 പാരസെറ്റമോൾ ഗുളിക എടുത്ത് വെച്ചിട്ടുണ്ട്. പാരസെറ്റമോൾ ഗുളിക ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അല്ലേ? ഇപ്പം ഡേറ്റ് കഴിഞ്ഞ് പാരസെറ്റമോൾ ഗുളികയാണെങ്കിലും മതി. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടിയും പാരസെറ്റമോളിൻ്റെ പൊടിയും വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഓരോ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് നമ്മളിത് എലി വരുന്ന സ്ഥലത്ത് ഒരു 3-4 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എലിയെ നമുക്ക് തുരത്താൻ സാധിക്കും. എലി വരികയും ഇല്ല, വരുന്ന എലികൾ ചത്തുപോവുകയും ചെയ്യും. പിന്നീട് നമുക്ക് ആ ഹോൾസ് മൂടിയിടാൻ സാധിക്കുകയും ചെയ്യും. നമ്മളത് മൂടിയിട്ടതിന് ശേഷം പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾ അവിടെ ആ ഒരു ഹോൾ ഉണ്ടാവത്തില്ല, കാരണം എലികൾ ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, എലിയെയും പാറ്റയും എങ്ങനെ തുരത്താമെന്നുള്ള ഈ ടിപ്സുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.